ആഗ്രഹത്തിൻ്റെ പുറകെയാണല്ലോ നമ്മൾ പോകുന്നത്. അതിനെയാണ് പിന്തുടരുന്നത്. നിഴലിനെ പിടിക്കാൻ ശ്രമിക്കുകയാണ്. നിഴലിനെ പിടിക്കാൻ ശ്രമിച്ചാൽ നിഴലെന്തെങ്കിലും കൈ കിട്ടാൻ പോകുന്നില്ല. നിഴലിനെ കൈ കൊണ്ടെടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുപോലാണ് നമ്മളുടെ ആഗ്രഹങ്ങളുടെ പുറകെ പോകുന്നത്. ഒരിക്കലൊരു പൂച്ചയെത്ത് സ്വർഗത്തിൽ ചെന്നു. അപ്പം ഈശ്വരൻ ചോദിച്ചു, നിനക്ക് എന്ത് വേണം? പ്രത്യേകിച്ചൊന്നും വേണ്ട, ഞാൻ വളർന്നതൊരു കൃഷിക്കാരൻ്റെ വീട്ടിലാണ്. നെല്ല് മുറ്റത്ത് നെല്ലെപ്പോഴും കൊണ്ടിടും. അത് വാരി എടുക്കും. വാരി എടുത്തു കഴിഞ്ഞാൽ അന്ന് രാത്രി കിടന്നുറങ്ങുന്ന ആ നെല്ല് വാരിയ സ്ഥലത്താണ്. അതിൽ കിടന്ന് ശീലിച്ചുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. എനിക്ക് മറ്റ് അസ്വസ്ഥയൊന്നും ഉണ്ടാകാറില്ല. അത് നല്ല സുഖമായിരുന്നു. അങ്ങനെ ഒരു ശീലിച്ചുകൊണ്ട് വേറൊന്നും വേണമെന്നില്ല. അപ്പോൾ ഈശ്വരന് കാരുണ്യം തോന്നി, ഒരു നല്ലൊരു മെത്തയിട്ട് ഇതിൽ കിടന്നെന്ന് പറയും. പിന്നെ അങ്ങനെ നടന്നു പോകുമ്പം ഒരു കൂട്ടം എലികൾ വന്നു. ഒരു മലയിടിച്ചിലുണ്ടായി, ആ പാറക്കല്ല് വീണ്. അങ്ങനെ ആയിരക്കണക്കിന് എലികളുടെ പുറത്താണ് കല്ല് വീണ് ചത്ത്. ആയിരക്കണക്കിന് എലികൾ സ്വർഗത്തിൽ ചെന്നു. നിങ്ങൾക്ക് എന്താ വേണ്ടോ? ഞങ്ങൾ പട്ടി കണ്ടാൽ ഓടിക്കും, പൂച്ച കണ്ടാൽ ഓടിക്കും. അങ്ങനെ ഓടി കുഴഞ്ഞ് ഞങ്ങളുടെ കാലുകളൊക്കെ. മനുഷ്യൻ കണ്ടാലും ഓടിക്കും. പിന്നെ നേരെ കാണിച്ച് ഞങ്ങളെ കൂട്ടിലാക്കി അവർ കൊണ്ട കൊല്ലും. ഇങ്ങനെ എല്ലായിടത്തും ഓടിക്കുക മാത്രമാണ് ഞങ്ങൾ ചെയ്തത്. ഓടി കുഴഞ്ഞ്. അതുകൊണ്ട് അങ്ങോട്ടൊരു കാര്യം അപേക്ഷിക്കുകയാണ്. ആ വീല് വെച്ച ചെരുപ്പില്ലേ, സ്കേറ്റിംഗ് ഷൂസ്, ആ ചെരുപ്പ് ഞങ്ങൾക്ക് തന്നാൽ കൊള്ളാം. കാല് കുഴഞ്ഞിരിക്കുകയാണ്, അത് കിട്ടിയാൽ ഞങ്ങൾക്ക് നല്ലതായിരിക്കും. ശരി, എല്ലാവർക്കും ചെരുപ്പ് കൊടുത്തു. അങ്ങനെ അതിനകത്ത് ഇങ്ങനെ പോവുക. കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ തുള്ളി ചാടി കറങ്ങി അങ്ങനെ എല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുക. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് വീണ്ടും ഈശ്വരൻ സ്വർഗത്തിൽ ചെന്നു. ആ എലികളെ കണ്ട്. പക്ഷെ കുറച്ച് എലികളേ ഉള്ളു. അവർ കളിച്ച് നടക്കുകയാണ്. എല്ലാവരും ഇല്ലല്ലോ ഇവിടെ, കുറച്ചുപേരൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അതവരത് ഷൂസ് കിട്ടിയപ്പോഴേ അതും കൊണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് കളിക്കാൻ. പിന്നെ അവർ തിരിച്ച് വന്നില്ല. അവർ വന്നിട്ടില്ല. അങ്ങോട്ട് പോയവർ ഇങ്ങോട്ട് വന്നിട്ടില്ല. അവർ കളിച്ച് പോകുമായിരിക്കുമെന്ന്. പിന്നെ നടന്ന് ഈ പൂച്ചെടുത്ത് വന്ന് പൂച്ച ഉറങ്ങുക. തട്ടി വിളിച്ച്, എങ്ങനെയുണ്ട്, സുഖമായിട്ട് കിടക്കുക? ഈ സുഖമാണെന്ന് പറയും. പിന്നെ ഈശ്വരനെ കൊണ്ട് നടപ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അങ്ങ് മിക്ക ദിവസവും ആ സ്കേറ്റിംഗ് ഷൂസില്ലേ, അതിൽ എനിക്കുള്ള ഭക്ഷണം കൊടുത്ത് അയക്കാറുണ്ടല്ലോ, അത് ദിവസവും എൻ്റെ മുമ്പ് വരാറുണ്ട്. അതുകൊണ്ട് അത് കഴിച്ച് വേറെ എങ്ങും ഇര തേടി പോകേണ്ടി വന്നില്ല. അങ്ങനെ ഞാൻ കിടക്കുക എന്ന് പറയും. ഇതുപോലാണ് ജീവിതം. പുറത്ത് സുഖം വേണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ നമ്മൾ സുഖമാകുന്ന തോല് ദുഃഖമാകുന്ന ഭാണ്ഡമാണ്. ആ സുഖം ഇവിടെ കൊണ്ടുപോയി മരണത്തിലേക്ക് കൊണ്ടുപോയി മരണത്തിൻ്റെ വായിൽ ചെന്നങ്ങ് പെട്ടു. മരണം ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ അങ്ങോട്ട് പോയി പിടിക്കുന്നതാണ് ഇന്നത്തെ ചെയ്യും. മരണം വന്നു കൊണ്ടുപോകുന്ന കാലം ആണ് പഴയ കാലം പറയുന്നത് കേൾക്കുന്നത്. ഇപ്പോഴത്തെ കാലം അറിയാതെ അങ്ങോട്ട് ചാടി പിടിക്കുന്ന രീതി പോലെ. കാരണം അത്രയ്ക്കുള്ള ഓട്ടമല്ല അതിന്. ഒരിക്കലും ഒരു വള്ളം അടുപ്പിക്കാൻ പോയി. അപ്പോൾ ഒരു വള്ളം ഇങ്ങനെ തുഴഞ്ഞ് വരിക. ഒരാൾ വള്ളത്തിൽ കയറാൻ വേണ്ടി വരിക. ഓടി വന്നിട്ട് അപ്പോൾ വള്ളം ആ ജെട്ടിയിൽ നിന്ന് ഒരു 2 മീറ്റർ ദൂരെയാണ് വള്ളം ഇയാൾ കാണുന്നത്. ഓടി വരുമ്പോൾ 2 മീറ്റർ അപ്പുറത്താണ് വള്ളം കാണുന്നത്. പുള്ളി ചാടി ഇങ്ങോട്ട് കയറാൻ പറ്റിച്ചു വെള്ളത്തിലോട്ട്. പോത്തുപോന്ന് വെള്ളത്തിൽ വീണങ്ങ് മുങ്ങി. അപ്പോൾ ഈ വള്ളക്കാരൻ കഴക്കോലെടുത്ത് എങ്ങനെയെങ്കിലുമൊക്കെ ഇറങ്ങി ഒരുവിധം കുറേ വെള്ളമൊക്കെ കുടിച്ചു പൊക്കിയെടുത്ത്. എന്തിനാ ഇത്രയും പ്രാണം വിളിച്ച് ചാടി? അത് വള്ളം പോകുകയല്ലായിരുന്നു. അപ്പം പിന്നെ വരാൻ കഷ്ടമല്ലേ, അതുകൊണ്ട് ഞാൻ അടുത്ത വെള്ളം വരുമ്പോൾ എനിക്ക് സമയമെടുക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ ഓടിച്ചാടുക.
അയ്യോ വെള്ളം അങ്ങോട്ട് അടുക്കാൻ വരികയായിരുന്നല്ല, വിട്ടുപോയതല്ല, അടുക്കാൻ വരികയായിരുന്നു. കൂട്ടത്തിനിടയിൽ വിവേകവും നഷ്ടപ്പെട്ടു പോവാണ്, തിരിച്ചവും നഷ്ടപ്പെട്ടു പോകും. അപ്പം അങ്ങോട്ട് പോയി മരണം പിടിച്ചു വരികയും ഇപ്പം വെള്ളം സത്യത്തിൽ അങ്ങോട്ട് അടുക്കാൻ വന്നതാണ്. ദൈവം പറഞ്ഞ് വെള്ളം വിട്ടുപോവാണ്. അതുപോലെ നമ്മൾ മരണം അങ്ങോട്ട് പോയി സ്വീകരിക്കുക ഇപ്പോഴത്തുള്ളവർ. നമ്മളൊക്കെ അങ്ങനെയാണ് നമ്മുടെ സ്ഥിതി. ഇപ്പോൾ ഓരോ നിമിഷവും ഭയം, ടെൻഷൻ, എനിക്ക് മുന്നേ മരണവും എനിക്ക് മുന്നേ ആയി നമ്മളെല്ലാം.